my dear students, in this video we are discussing exercise 1.1 introduction session. So welcome you all to our new chapter, that is sets, one of the easiest chapter. Then we set discuss here. Okay, simply a set is a well-defined collection of objects. Set is a well-defined collection of objects. A set is a well-defined collection of objects. Okay, set is a well-defined collection of objects. Obviously in everyday life we have collection of objects. Boys a pack of cards, right? A set of cars, set of players, cricket players, right? So everyday life girls in jewelry set, right? Bracelet set, different set in the word we use set. It's a well-defined collection of objects. Clear? Well-defined is underline. The basic main well-defined collection. Well-defined I explain which are the 12 months in a year. Obviously, January, February, March, April, like that, right? Up to December. But the same answer 12 months. 7 days in a week. And question answer the same 7 days answer same same Sunday, Monday, like that. That's a well-defined answer. Which are the favorite actors in the Dulkarneana, Mohanlalana, different other different may vary from person to person. It is not well defined. Clear well defined, not well defined and difference. Well defined all the answer it should be same for every person. Clear? Clear? But not well defined, it's not a set, it's not well defined. That is answer it is vary from person to person, different person to person, different and not well defined. Clear? Well defined, not well defined, clear? In the set in points, points note this set denote capital letter use. Okay, clear? Set represent denote capital letters use. That's why we set represent elements. That's detail problem clarify. Elements it should be in what? Small letters. Clear? ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ഗ്രീക്ക് സിമ്പിൾ ഒരു സിമ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സിമ്പിളിനെ പറ്റി നമുക്കൊന്ന് പഠിക്കാം. ഇപ്പം നോക്കിയേ, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ എഴുതാം. ദ സെറ്റ് ഓഫ് ഫസ്റ്റ് 3 നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഏതായിരിക്കും നാച്ചുറൽ നമ്പേഴ്സ്? കൗണ്ടിങ് നമ്പേഴ്സ് ആയിരിക്കണം 1, 2, 3. സെറ്റ് ഓഫ് ഫസ്റ്റ് 3 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1, 2, 3 എന്ന് എഴുതി. ക്ലിയർ ആയല്ലോ? അപ്പോൾ എൻ ആയിരിക്കും അല്ലേ, ക്യാപിറ്റൽ എൻ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. അപ്പോൾ എന്നോട് ചോദിക്കുന്നു ഇസ് എൻ എലമെന്റ് ആണോ നോട്ട് എൻ എലമെന്റ് ആണോ? നമ്മളിവിടെ പഠിക്കുന്നതാണ് സിമ്പിൾ ആണ്. നമ്മളോട് 1 എന്ന് പറയുന്നത് ഈ എന്നിന്റെ എലമെന്റ് ആണോ എന്ന് ചോദിക്കുകയാണ്. 1 എന്നിന്റെ എലമെന്റ് ആണോ? അതെ അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതാണ് ഗ്രീക്ക് സിമ്പിൾ. ഇറ്റ് ഇസ് സെഡ് ടു ബി വാട്ട്? എപ്സിലോൺ എന്ന് പറയും. വാട്ട്? എപ്സിലോൺ. അപ്പൊ ഇതൊന്നും ഓർത്തിരിക്കാനുള്ളതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയി. ഇതൊന്നും എക്സാമിന് ചോദിക്കില്ല, പക്ഷെ ഇതുപോലത്തെ പ്രോബ്ലംസ് ചോദിക്കും. എപ്സിലോൺ ആണോ, ഏത് ഗ്രീക്ക് സിമ്പിൾ ആണോ എന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല കേട്ടോ. എനിവേ നിങ്ങളതൊന്ന് മനസ്സിൽ വെച്ചോളൂ കേട്ടോ. അപ്പൊ എന്താണ് ഗ്രീക്ക് സിമ്പിൾ? എന്താണ്? എപ്സിലോൺ ആണ്. 1 is an element of n. 5 നോക്കിയേ, 5 എലമെന്റ് ആണോ എന്നിന്റെ? അല്ല അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? is not an element, otherwise does not belongs to. is not an element എന്നും പറയും, belongs to പറയും, does not belongs to പറയും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം സിമ്പിളും ക്ലിയർ ആയി. സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇനി അടുത്ത് discuss it. Okay, നമുക്ക് 2 types of representation ഉണ്ട്. First representation നോക്കിയാലോ. First representation name is
റോസ്റ്റർ ഫോം ഓർ ടാബുലർ ഫോം എന്ന് പറയും കേട്ടോ. എന്താണ് റോസ്റ്റർ ഫോം ഓർ ടാബുലർ ഫോം? നെക്സ്റ്റ് സെറ്റ് ബിൽഡർ ഫോം ഓർ റൂൾ മെത്തേഡ് എന്ന് പറയും കേട്ടോ. സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് സെറ്റ് ബിൽഡർ ഫോം ഓർ റൂൾ മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ റോസ്റ്റർ ഫോം ഓർ ടാബുലർ ഫോം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. പ്ലീസ് അതായത് റെപ്രസെന്റ് അല്ലെങ്കിൽ റെപ്രസെന്റ് ദ സെറ്റ് ഇൻ റോസ്റ്റർ ഫോം എന്ന് ചോദിക്കാം, ടാബുലർ ഫോം എന്ന് ചോദിക്കാം, റെപ്രസെന്റ് ദ സെറ്റ് ഇൻ സെറ്റ് ബിൽഡർ ഫോം എന്ന് ചോദിക്കാം, റൂൾ മെത്തേഡ് എന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ തെറ്റില്ല കേട്ടോ. റോസ്റ്റർ ഫോമും ടാബുലർ ഫോമും സെറ്റ് ബിൽഡറും റൂൾ മെത്തേഡുമാണ്. അപ്പോൾ നമുക്ക് റോസ്റ്റർ ഫോം എങ്ങനെയാണെന്ന് നോക്കിയാലും, ഈ റോസ്റ്റർ ഫോമിന് ഇൻ ദിസ് മെത്തേഡ് the set is represented by listing the elements. ഓക്കെ, അപ്പോൾ ഞാനത് എഴുതാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാനുള്ളത് ലിസ്റ്റിംഗ് ദ എലമെന്റ്സ് ആണ്. ഇത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എലമെന്റ്സ് ലിസ്റ്റ് ചെയ്താണ്. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി സെപ്പറേറ്റഡ് ബൈ കോമാസ്. കോമാസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എൻക്ലോസ്ഡ് വിത്തിൻ ദ ബ്രേസസ്. വിത്തിൻ ബ്രേസസ്. ഓക്കെ, സോ നമുക്കത് ചെക്കൗട്ട് ചെയ്താലോ? ഒരു എക്സാമ്പിൾ നോക്കാം. വവൽസ്. വിച്ച് ആർ ദ വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്? എ ഐ ഒ യു അല്ലേ? ദാറ്റ് ഈസ് വി ഈക്വൽ ടു എ ഇ ഐ ഒ യു, റൈറ്റ്? അപ്പം റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് നോക്കിക്കേ. ഈ 3 പോയിന്റ്സ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. നോക്കിക്കേ, എന്താണ് എൻക്ലോസ്ഡ് വിത്തിൻ ദ ബ്രേസസ്. ഓക്കെ, ബ്രേസസിൽ എൻക്ലോസ് ചെയ്യണം. റെപ്രസെൻറ്റേഷൻ ആണ് പറഞ്ഞത്. റോസ്റ്റർ ഫോമിൽ അല്ലെങ്കിൽ ടാബുലർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. സെപ്പറേറ്റഡ് ബൈ കോമാസ്. ഓരോ എലമെന്റും ഇറ്റ് ഷുഡ് ബി സെപ്പറേറ്റഡ് ബൈ വാട്ട്? കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ എന്താണ് എലമെന്റ്സ് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 പോയിന്റ്സ് ആണ് ഓർത്തിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇതിന് അങ്ങനെ ഒരു ഓർഡർ അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് എങ്ങനെ വേണേലും എഴുതാം. ദാറ്റ് ഈസ് നോക്കിക്കേ, ഓന്ന് സ്റ്റാർട്ടിങ് എഴുതാം, ഒ യു ഐ എ ഇ. ഓക്കെ, ഇറ്റ്സ് അപ് ടു യു. നമുക്ക് മാറ്റി എഴുതാം കേട്ടോ. ദർ ഇസ് നോ ഓർഡർ ഫോർ റൈറ്റിംഗ്. വി ഈക്വൽ ടു ഇങ്ങനെ എഴുതാം. ഈ ഒരു പോയിന്റും കൂടെ ഓർത്തിരിക്കാം. അതുപോലെ തന്നെ അടുത്ത റൂള് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ, ഇപ്പൊ ഇങ്ങനെ ഒരു വേർഡ് ലെറ്റർ എന്നുള്ള വേർഡ്. ഈ ലെറ്റർ എന്നുള്ള വേർഡിനെ നമ്മൾ സെറ്റില് റോസ്റ്റർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ ചോദിക്കണം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു റൂള് ഞാൻ പറയാം. അതായത് നമ്മൾ ഇപ്പോൾ 2 ലെറ്റേഴ്സ് ഉണ്ടല്ലോ. ഏത് 2 എലമെന്റ്സ് വരും? ഇ എന്ന് വരും അല്ലേ? പക്ഷെ ആ 2 എലമെന്റ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ക്ലിയർ ആയാലോ? ദാറ്റ് ഈസ് ഒറ്റ തവണ ഇ എഴുതാവും. നോക്കിക്കേ, അത് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്? ബ്രേസസ് സ്റ്റാർട്ട് ചെയ്തു, എൽ എഴുതി, കോമ ഇ എഴുതി, ടി എഴുതി. ഞാനിപ്പോൾ പറഞ്ഞില്ലേ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഒരു ടീം കൊണ്ടുണ്ട്, ആ ടി എഴുതാൻ പാടില്ല. ഇ ഉണ്ട്, അത് നമ്മൾ ഓൾറെഡി എഴുതി, അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇ എഴുതാൻ പാടില്ല. നെക്സ്റ്റ് ആർ. അപ്പം ലെറ്റർ എന്നുള്ള വേർഡിനെ റോസ്റ്റർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. സെപ്പറേറ്റഡ് ബൈ കോമാസ്, എൻക്ലോസ്ഡ് വിത്തിൻ ദ ബ്രേസസ്, അതുപോലെ തന്നെ ദർ ഇസ് നോ ഓർഡർ ഫോർ റൈറ്റിംഗ്. പിന്നെ എന്താണ് ലാസ്റ്റ് നോക്കേണ്ടത്? ലെറ്റർ. ഇങ്ങനെ ഒരു വേർഡ് തരുവാണെങ്കിൽ ദർ ഇസ് നോ റെപ്പറ്റീഷൻ. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത സെറ്റ് ബിൽഡർ ഫോം നോക്കിയാലോ? സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ ദ സെറ്റ് ഇസ് റെപ്രസെന്റഡ് ബൈ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി. അതായത് പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് എല്ലാ നമ്പേഴ്സിനും ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലേ? ഇപ്പോൾ 1 2 3 എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ്. 0 1 2 3 എന്ന് പറയുന്നത് എന്താണ്? ഹോൾ നമ്പേഴ്സ്. അപ്പോൾ അതൊരു പ്രോപ്പർട്ടി ആണ് അല്ലേ? അപ്പോൾ ആ പ്രോപ്പർട്ടീനെ സ്പെസിഫൈ ചെയ്യുന്നതായിരിക്കും എന്ത്? സെറ്റ് ബിൽഡർ അല്ലെങ്കിൽ റൂൾ മെത്തേഡ് എന്ന് പറയുന്നത്. അത് എഴുതുന്നത് അതെങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ എന്താണ്? വവൽസ് ആണ് നമുക്ക് എഴുതാം. നോക്കിക്കാൻ അത് എഴുതേണ്ട രീതി എന്ന് പറഞ്ഞാൽ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇതിന് പ്രത്യേകിച്ച് റൂളൊന്നുമില്ല. ഈ ഒരു മെത്തേഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡാണ്. അതായത് ബ്രേസസ് സ്റ്റാർട്ട് ചെയ്യുക, ഫസ്റ്റ് എക്സ് എഴുതുക, പിന്നെ കോളൻ, ആഫ്റ്റർ ദാറ്റ് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി എഴുതും. അപ്പോൾ ഇത് വായിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, കോളൻ എന്ന് പറയുന്നത് എങ്ങനെ റീഡ് ചെയ്യുന്നത്? സച്ച് ദാറ്റ് എന്നാണ് കേട്ടോ. എന്താണ്? സച്ച് ദാറ്റ്. ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ വവൽ ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പോൾ ഇതൊരു റൂളേ ഉള്ളൂ.
വരെ പ്രത്യേകിച്ചൊന്നും ഇതിനകത്ത് പറയാനില്ല. അപ്പം ഡീറ്റെയിൽ ആയിട്ടെന്ന് പറഞ്ഞാൽ റോസ്റ്റർ ഫോമിലാണ് നോക്കുക. അത്ര കുറച്ച് റൂൾസ് ഉള്ളത് അല്ലേ. അപ്പൊ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പൊ ഈ ഒരു മെത്തേഡ് ഓർത്തിരുന്ന കേട്ടോ. ഈ ഒരു ഫോമിലാണ് എഴുതേണ്ടത്, എന്ത് സെറ്റ് ബിൽഡർ ഫോമിൽ വരുമ്പോൾ. അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് ഈ എക്സസൈസ് 1.1 ചില നമ്പേഴ്സ്. അപ്പം നമുക്ക് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ് ഒക്കെ. പക്ഷെ അതൊന്നും നമുക്ക് മെമ്മറൈസ് ചെയ്തെടുക്കാം. മിക്കവർക്കും ഇപ്പോഴും സംശയമാണ് അല്ലെ, 0 ഉണ്ടോ 1 ഉണ്ടോ, അങ്ങനെ പല സംശയങ്ങൾ വരും അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്തെടുക്കാം. അതും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ സ്റ്റാർട്ടിങ് നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് നോക്കാം. ഓക്കെ, വിച്ച് ആർ ദ നാച്ചുറൽ നമ്പേഴ്സ്, ദാറ്റ് ഇസ് കൗണ്ടിങ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന എന്താണ്? 1, 2, 3, റൈറ്റ്. കൗണ്ടിങ് നമ്പേഴ്സ് എങ്ങനെയാണ്? 1, 2, 3 സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി അടുത്ത എന്തായിരിക്കും? 0 ആഡ് ചെയ്യും അല്ലെ. 0 ആഡ് ചെയ്യണമെങ്കിൽ അതിനെ എന്ത് പറയും? ഹോൾ നമ്പേഴ്സ് എന്ന് പറയും. ദാറ്റ് ഇസ് 0, 1, 2, 3 എക്സെട്ര, റൈറ്റ്, ഇൻഫിനിറ്റി. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത എന്തായിരിക്കും? ഇൻഡിജേഴ്സ് വരും, അതായത് നെഗറ്റീവ് നമ്പേഴ്സ്. ഇത് പോസിറ്റീവ് നമ്പേഴ്സ് ആണ്, കൗണ്ടിങ് നമ്പേഴ്സ് ആണ്. പിന്നെ 0 ആഡ് ചെയ്തു, അതിനെ ഹോൾ നമ്പേഴ്സ് എന്ന് വിളിച്ചു. നെക്സ്റ്റ് ഇൻഡിജേഴ്സ് ആണ്. ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മൈനസും കൂടെ ആഡ് ചെയ്തത് അല്ലേ. അതായത് നെഗറ്റീവ് നമ്പേഴ്സും 0യും പോസിറ്റീവ് നമ്പേഴ്സും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും എന്ത്? ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ക്ലിയർ ആയാലോ? ഇൻഡിജേഴ്സ് കഴിഞ്ഞ് അടുത്ത എന്തായിരിക്കും? റാഷണൽ നമ്പേഴ്സ് അല്ലെ. റാഷണൽ നമ്പേഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട്. ഏത് 10th നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഇൻ ദ ഫോം ഓഫ് p/q അല്ലെ, where q not equal to 0. ക്ലിയർ അല്ലെ. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻസിനെയാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ q not equal to 0 ആയിരിക്കണം. ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറാഷണൽ നോട്ട് ഇൻ ദ ഫോം ഓഫ് p/q ആണെങ്കിൽ എന്താണ്? ഇറാഷണൽ നമ്പേഴ്സ് ആണ് അല്ലെ. നോട്ട് ഇൻ ദ ഫോം ഓഫ് p/q. ക്ലിയർ. അപ്പൊ ഇറാഷണൽ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സ് ക്ലിയർ ആയാലും. ഇനി അടുത്ത് എന്താണ്? റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് റാഷണൽ ആൻഡ് ഇറാഷണൽ രണ്ടിനെയും കൂടെ ഒരുമിച്ച് പറയുന്നതാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. റാഷണൽ ആൻഡ് ഇറാഷണൽ. ക്ലിയർ ആയല്ലോ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, എന്നാലും ഞാൻ ചെറുതായിട്ടൊന്നും മെമ്മറൈസ് ചെയ്തതേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത് എന്തായാലും കോംപ്ലക്സ് നമ്പേഴ്സ്. പക്ഷെ കോംപ്ലക്സ് നമ്പേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടില്ല, അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. എന്തായാലും ഇതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഫോം എന്ന് പറഞ്ഞാൽ a+ib ആണ് കേട്ടോ. എന്താണ്? a+ib, ab is an element of r ആണ്. അപ്പൊ അത് കണ്ടീഷൻ ആണ്. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. എന്താണ് a+ib എന്ന് പറഞ്ഞാൽ? ഇത് ഈ ഒരു പ്രോബ്ലത്തിൽ ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതുവരെ ഇല്ല, ഇതുവരെയുള്ള എക്സാംസിനൊന്നും ചോദിച്ചിട്ടില്ല കോംപ്ലക്സ് നമ്പേഴ്സ് ഏത് സെറ്റിനകത്ത്. എനിവേ നിങ്ങൾ ഇതൊന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ, ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. a+ib = ab is an element of r, where ab is an element of r. ക്ലിയർ ആയാലും. ഇനി അടുത്ത ഏതാണ്? നിങ്ങൾക്ക് ഏതായിരുന്നു നമ്പേഴ്സ്? ഓക്കെ, പ്രൈം നമ്പേഴ്സ് ഓർത്തിരിക്കുക അല്ലെ. എന്നിട്ട് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി 2 ഡിവൈസസ് കാണാവുള്ളൂ അല്ലെ, അതായത് 1 and itself. അപ്പൊ ഏതൊക്കെയാണ് അതിന് എക്സാമ്പിൾ? 2, 3, 5, 7, 11, അതങ്ങനെ എക്സ്ട്രാ പോവും അല്ലെ. അപ്പൊ പ്രൈം നമ്പേഴ്സ് ക്ലിയർ ആയാലോ. ഇനി കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ ഓർത്തിരുന്നോണം കേട്ടോ. കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾ ദ നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ഹാവ് ഡിവൈസസ് അതർ ദാൻ 1 and itself. അതിനെയാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. കോമ്പോസിറ്റ് നമ്പേഴ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? 4, 6, 8, 9, റൈറ്റ്. അതങ്ങനെ പോകും. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത് നോക്കിയേ. ഇനി ഏതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട? ഓഡ് നമ്പേഴ്സ് ഡിസ്കസ് ചെയ്യണം അല്ലെ. ഓഡ് നമ്പേഴ്സ് എന്താണ്? ഓർക്കുന്നുണ്ടോ? ഓഡ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് എൻഡിങ് വിത്ത് വാട്ട്? 1, 3, 5, 7 and 9. ക്ലിയർ ആയില്ലേ? ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ നമ്പേഴ്സ് എൻഡിങ് വിത്ത് 1, 3, 5, 7 and 9 ആണ് ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈവൻ നമ്പേഴ്സ് എന്തായിരിക്കും? ദ നമ്പേഴ്സ് എൻഡിങ് വിത്ത് 0, 2, 4, 6 and 8. ക്ലിയർ ആയല്ലോ. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ
the numbers ending with 1, 3, 5, 7 and 9. Next, even numbers എന്ന് പറഞ്ഞാൽ the numbers ending with 0, 2, 4, 6 and 8. എക്സസൈസ് 1.1 നമുക്ക് ചെയ്യണമെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചോണ്ട് വേണം ചെയ്യാൻ. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിഫൈ ആവും, കുറച്ചും കൂടി സിമ്പിൾ ആവും. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. So let's see in that video. Bye.